സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ ശ്രീ സി പി ജോൺ അവസാനിപ്പിച്ചത് ഇതൊരു കോൾഡ് ബജറ്റാണ്. ഒരു തരത്തിലും അങ്ങേയറ്റം സ്വാഗതം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബജറ്റ്. പ്രത്യക്ഷമായ ചില ഗുണഫലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ ഈ താരിഫ് യുദ്ധമൊക്കെ മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഈ ബജറ്റിൽ കാണുന്നില്ല എന്നാണ് ശ്രീ സി പി ജോൺ സൂചിപ്പിച്ചത്. ഒപ്പം അനുബന്ധമായി ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അങ്ങ് ഈ ചർച്ചയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസമാണല്ലോ ഈ ആഗോള GDP-യുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിൽ 17% സംഭാവന ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായി ഭാരതം മാറിയ ഒരു സ്ഥിതിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തു കൊണ്ടുവേണ്ടേ ഭാരതത്തിൻ്റെ ഈ പുരോഗതിയെ നമ്മൾ വിലയിരുത്തേണ്ടത്, ഈ ബജറ്റിനെയും വിലയിരുത്തേണ്ടത്? ശ്രീ സി പി ജോൺ പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റ് ഒരു തണുത്ത ബഡ്ജറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതേസമയം ഒരു ഹോട്ട് ബഡ്ജറ്റ് എന്നും പറയാനാവില്ല. നമുക്കൊരു ലുക്വാം എന്ന് പറയാം, ഒരു ചെറിയ ചൂടുള്ള ഒരു ബജറ്റ് എന്ന രീതിയിലാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ബജറ്റിൻ്റെ തന്ത്രം എന്ന് പറയുന്നതിന് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളുണ്ട്. പോസിറ്റീവായ കാര്യം ഞാൻ പറയാം. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണിത്. അതായത് നമുക്കൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ഉണ്ട്. ഇപ്പോൾ ചൈനയൊക്കെ അടക്കം വൃദ്ധജനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുന്ന സാഹചര്യത്തിൽ അടുത്ത ഒരു 20-30 വർഷം ഭയങ്കര രീതിയിലുള്ള, വളരെ ഉയർന്ന രീതിയിലുള്ള വളർച്ചയ്ക്കുള്ള ഒരു അവസരമുള്ള രാജ്യമാണത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഗ്രാമീണ തലത്തിൽ നിന്ന് കൂടുതലായിട്ട് ജനങ്ങൾ നഗരങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ആ സ്ഥിതി മാറുകയുള്ളൂ. അപ്പോൾ അതിന് ഒരു വ്യക്തമായ ഒരു തന്ത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ബജറ്റ്. പ്രത്യേകിച്ച് തന്നെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ MSME സെക്ടറിന് വേണ്ടിയിട്ടുള്ള അനവധി പദ്ധതികൾ, 10,000 കോടി രൂപയുടെ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുത്തിട്ടുള്ള ആ ഒരു അലോക്കേഷൻസ് അതിനു വേണ്ടി. പിന്നെ എടുത്തു പറയാവുന്ന മറ്റൊന്ന് കാര്യം, നമ്മുടെ ബിസിനസ് ഫ്രണ്ട്ലി ആക്കുക, നമ്മുടെ സംവിധാനങ്ങളാകെ ബിസിനസ് ഫ്രണ്ട്ലി ആക്കുക, ബിസിനസ് സൗഹൃദമാക്കുക എന്നതിൻ്റെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ലളിതവൽക്കരണങ്ങൾ, ചട്ടങ്ങളിലും നിയമങ്ങളിലൊക്കെ ലളിതവൽക്കരണങ്ങൾ, കാര്യങ്ങൾ കൂടുതൽ സത്വരമാക്കുക, ഇവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതായത് ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പ്രയോജനപ്പെടുത്തി ഒരു വലിയ വളർച്ചയിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മുടെ അവതാരിക ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളിപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊരു വലിയ സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. 5 മില്യൺ ഇക്കോണമി എന്ന് പറയുന്നത് ആയിക്കഴിഞ്ഞു. ഇനി 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും വളർച്ചയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ GDP-യെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം അത് വർദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ വളരെ താഴെയാണ്. അതുപോലെ തന്നെ അസമത്വം ഏറ്റവും വേഗം വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് വേൾഡ് ഇന്നിക്വാളിറ്റി ഇൻഡെക്സ്, അതുപോലെ തന്നെ ഓക്സ്ഫാമിൻ്റെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു അത്രമാത്രം ശുഭമല്ലാത്ത ഒരു വശമെന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ, പുനർവിതരണ പ്രക്രിയയ്ക്ക് കാര്യമായ ഊന്നൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിന് പകരമായിട്ട് വേറൊരു പദ്ധതി വന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ വളർച്ചയുടെ പ്രയോജനം നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ടതായ ആവശ്യമുണ്ട്. അതിന് നമ്മുടെ പൊതുവെ പറഞ്ഞ ട്രിക്കിൾ ഡൗൺ ഗ്രോത്ത് സ്ട്രാറ്റജി, അതായത്
മുകൾ തട്ടിൽ വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം താഴേക്ക് കിനിഞ്ഞിറങ്ങും എന്ന് വിശ്വസിക്കുന്ന ആ സാമ്പത്തിക തത്വശാസ്ത്രം, ആ ഒരു നയം അത്രമാത്രം ശരിയല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ പൊതുവിഭവങ്ങൾ കൂടുതലായിട്ട് സമാഹരിച്ച് അത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പെൻഷനായിട്ടോ പലതരത്തിലുള്ള പിന്തുണകളായിട്ടോ കൊടുക്കുന്ന ഒരു സംവിധാനവും കൂടെ വേണ്ടതായിരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു പെൻഷൻ സ്കീം ഉണ്ടാകുക, അതല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാഷ് ട്രാൻസ്ഫറായിട്ട് ഓരോ മാസവും ഒരു പ്രത്യേക തുക കൈമാറുക, അത്തരത്തിലുള്ള ഒരു നയമുണ്ടായിരുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ വളർച്ചയെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ 145 കോടി വരുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രയോജനം നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് കിട്ടും. അപ്പോൾ അവിടെ വേണ്ടിയിരുന്നത് സാധാരണ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് കൊടുക്കുകയായിരുന്നു. അതായിരുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യമുണ്ട്, കേരളത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതി ഇങ്ങനെയാണ്, കേരളം അവഗണിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അതിൽ കുറേ കാര്യമുണ്ടാകാം. പക്ഷേ നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ അലോക്കേഷനിൽ വർധനമുണ്ടായിട്ടുണ്ട്. ശ്രീ CP ജോൺ മറന്നുപോയൊരു കാര്യം അതിൽ വലിയ ഒരു മെച്ചമായിട്ട് കാണാനില്ല. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഇല്ല. നമ്മുടെ അലോക്കേഷനിൽ ഒരു വർധനവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ പീരീഡിൽ 53,000 കോടി രൂപ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കിട്ടിയിരുന്നു. അതിപ്പോൾ കിട്ടുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ചില സ്കീമുകൾ, ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ധാതുക്കൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു കോറിഡോറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉടൻ തന്നെ അത് മുഴുവൻ സ്വകാര്യ കുത്തകകൾക്ക് കൈമാറാനുള്ള ആ ചർച്ചയിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്.